സ്നേഹം പൂച്ചൂടുമ്പോൾ പാടുന്നു ഞാൻ ഗാനം, കണ്ണീർ തൂകുമ്പോഴും തീർക്കുന്നു ഞാൻ കാവ്യം. ആഴി തീരത്തിനായി മൂളുന്നു താരാട്ടുകൾ, മിന്നൽ മണിനോപുരം ചാർത്തുന്നു കാൽത്തളിരിൽ. നിരാശകൾ ആടും അരങ്ങിതിൽ പാടുവാൻ എഴുതുന്നിവൾ പുതിയ ഗാഥകൾ പാരിന്നായി രാപ്പാടിതൻ പാട്ടിൻ കല്ലോലിനി. രാഗാർദ്രമാം ദിവ്യ കാവ്യാഞ്ജലി പാട്ടിൻ കല്ലോലിനി. അമൃത, Yes, sir. ആ യെസ് സാറിൽ തന്നെ പറ എന്നുള്ളൊരു സാധനമാണല്ലോ, അതല്ല. പറഞ്ഞു തീർക്ക് എന്നുള്ളൊരു യെസ് സാർ ആയിരുന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു അമൃതയുടെ പാട്ട്? അയ്യോ, കുറേ സ്ഥലത്ത് പോയി. ഇടയ്ക്ക് എനിക്ക് ശബ്ദമൊക്കെ പോയി. കുറേ സ്ഥലത്ത് പോയി, പക്ഷേ കുറേ സ്ഥലത്ത് വളരെ നന്നായിരുന്നു. ഞാൻ ആ രീതിയിൽ ആണ് ജഡ്ജ് ചെയ്തത് ഈ പ്രാവശ്യം. സാധാരണ അമൃത പാടുന്ന പാട്ടിൽ തെറ്റുകളാണ് കൂടുതലുണ്ടാവാറ്. ഈ പ്രാവശ്യം തെറ്റുകൾ ഉണ്ടായിരുന്നു. എനിക്ക് നേരെ തിരിച്ചാ തോന്നിയത്. അങ്ങനെ തോന്നിയോ? സാധാരണ പാടുമ്പോൾ ശരിയാണെന്നല്ല, അങ്ങനല്ല, കുറേ തെറ്റ് വന്നു തോന്നി, കുറേ തെറ്റ് വന്നു. തെറ്റുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഒരു കാര്യം ഞാൻ ഇടയിൽ ചിരിച്ചു പോയി. അതായത് കൈ ചെവിട് വരെ പോയിട്ട് പിന്നെ അതിങ്ങനെയൊക്കെ പോയത്. അത് ചെവിട് വരെ പോയപ്പോഴാണ് ഓർത്തത്. പിച്ച് തെറ്റിയപ്പോൾ ചെവിട് വരെ പോയി. പിന്നെ അത് വേറെ വഴി കൂടി അത് എയറോപ്ലെയിനൊക്കെ ആയി. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്ന് കാണിച്ചു. അനുപല്ലവിയിൽ ഒരു സ്ഥലം, അനുപല്ലവിയിൽ 3-4 സ്ഥലം പോയിരുന്നു. ഞാൻ ഓർത്ത് അറ്റ്ലീസ്റ്റ് ചരണം വരുന്ന സമയത്ത് അതേ ലൈൻ വരുമ്പം ശരിയാവും. പക്ഷെ ചരണം വന്നപ്പോഴും അതേ ലൈൻ വന്നപ്പോൾ പിന്നെയും പോയി. അപ്പം വിച്ച് മീൻസ് ആ ലൈൻ മനസ്സിലായിട്ടില്ല അവിടെയുള്ള സംഗതി എന്താണ് എന്ന്. എനിക്കല്ല, അമൃതയ്ക്ക്. അത് മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഒരു സ്ഥലത്തെങ്കിലും കറക്റ്റായിട്ട് പാടാൻ പറ്റിയേനെ. അത് അൽഫോൻസ് ഒന്ന് അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എനിക്ക് പാടാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ആ ലൈൻ ഒന്ന് എന്താ വെച്ചാൽ ഒന്ന് ഭാഗം ഒന്ന് പാടൂ. നിരാശകൾ ആടും അരങ്ങിതിൽ പാടുവാൻ എഴുതുമിവൾ പുതിയ ഗാഥകൾ. ആ സംഗതി അതിൽ റിഫൈൻഡ് അല്ല, ക്ലീൻ അല്ല. അൽഫോൺസ് പാടുമ്പോൾ വളരെ നീറ്റായിട്ട് അത് കേൾക്കാൻ പറ്റുന്നുണ്ട്. അമൃത പാടുന്ന സമയത്ത് എന്തൊക്കെയോ പാടി അവിടെ അങ്ങ് തീർത്തു. അത് അടുത്ത ലൈനിലേക്ക് പോയി. അങ്ങനെ ആവാൻ പാടില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പാട്ട് ശരിക്കും പഠിച്ചായിരുന്നോ? പഠിച്ചായിരുന്നു, പക്ഷെ വന്നപ്പോൾ അങ്ങനെയായി പോയി. കേട്ട് തന്നെയാണോ പഠിച്ചത്? അല്ല, അങ്ങനെ തന്നെയാണ് പഠിച്ചത്. കുറേ കേട്ടു. അന്ന് കേട്ടല്ല പഠിച്ചേ പറഞ്ഞു. പിന്നെ ഞാൻ സ്ഥിരം തന്നെയാണ് കേട്ടോണ്ടിരിക്കണ്ടായിരുന്നു. പക്ഷെ അതെന്തോ അറിയില്ല, അപ്പോൾ പോയി. കഴിഞ്ഞ പ്രാവശ്യം പാടിയതിനേക്കാളൊക്കെ അല്ലേ വളരെ ഇംപ്രൂവ്ഡ്. സന്ധ്യ പാടിയ സമയത്ത് നട്ടുച്ചയ്ക്ക് നിൽക്കുന്ന ഒരു ഫീൽ ആയിരുന്നു. ശരിക്കും സന്ധ്യ പാടുന്ന സമയത്ത് നട്ടുച്ചയ്ക്ക് നിൽക്കുന്ന ഒരു ഫീൽ ആയിരുന്നു. സന്ധ്യ എന്ന് പാടുമ്പം എവിടെ ടെറസിന്റെ മുകളിലൊക്കെ നട്ടുച്ചയ്ക്ക് കിടന്ന ഒരു ഫീൽ ആയിരുന്നു. ശരിക്കും പൊള്ളി ഇല്ലാണ്ടായ ഒരു ഫീൽ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല, പാട്ടിന്റെ ഫീൽ കുറെ കൂടെ ഒക്കെ ഉൾക്കൊണ്ടു എന്ന് തോന്നുന്നുണ്ട്. അത് ഞാൻ ആദ്യം അതുകൊണ്ടാണ് പറഞ്ഞത്. സാധാരണ പാടുന്ന വെച്ച് നോക്കുമ്പോൾ അപ്പം അമൃത തന്നെ തിരുത്തി, അല്ല ഈ പ്രാവശ്യം കൂടുതൽ ബോറായിരുന്നു എന്ന് അമൃത പറയാൻ ശ്രമിച്ചു. നമ്മൾ ഒരിക്കലും, പക്ഷെ എനിക്ക് അതിനേക്കാളും കൂടുതലായി തോന്നി. എന്തോ പ്രശ്നമുണ്ട് കുട്ടി. പിന്നെ വേറൊരു കാര്യം കൂടെ പറയണം. അമൃതയ്ക്ക് തെറ്റ് വരുമ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് ലൂസ് ചെയ്യുന്ന ഒരു സ്വഭാവം മാറി തുടങ്ങി. ഇപ്പൊ പൊട്ടിച്ചിരിക്കുക പോലെ. എന്താ പറയാ, ടെൻഷൻ കാരണം ഭ്രാന്തെടുക്കുന്ന ഒരു അവസ്ഥയില്ലേ? അതെന്തറിയോ, ഞാൻ പറയാം അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 2 പ്രാവശ്യമായിട്ട് മരണത്തിന്റെ മുഖാമുഖം കണ്ടിട്ട് അതിനോട് പേടിയില്ലാണ്ടായി. ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ള സാധനല്ലേ. അത് ആ ഒരു സ്പിരിറ്റിൽ എടുത്താൽ മതി. ഇത്
സ്ഥിരം അങ്ങനെയാണ്. എന്തായാലും ഒരു കാര്യം എനിക്കത് നന്നായിട്ടാണ് തോന്നിയത്. പണ്ട് തെറ്റിയാൽ അപ്സെറ്റ് ആവും. അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ തെറ്റിയാൽ ചിരിക്കും. അതായത് ഇത് വെറും ഒരെണ്ണം, ഇനി എത്ര എണ്ണം വരാൻ കിടക്കണം. ആ ഒരു സന്തോഷത്തിലാണ് ചിരിച്ചത്. ഞാൻ കളിയാക്കുകയല്ല. സാരല്ല അമൃത, നെക്സ്റ്റ് ടൈം ഹാർഡ് വർക്ക് ചെയ്യാം. പക്ഷേ അല്ല, ഇത്രയും കളിയാക്കിയെങ്കിലും ശരിക്കും പറയട്ടെ, പോസിറ്റീവായിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ശരിക്കും നമ്മൾ തെറ്റ് ചെയ്തെങ്കിലും ഓൺ സ്റ്റേജിൽ നമ്മൾ തിരുത്തി മുമ്പോട്ട് പോകാനുള്ളൊരു മെന്റാലിറ്റി ഉണ്ട്. അത് വളരെ ശരിക്കും ഗുഡ് പോയിന്റ് ആണ്. അതെ, വളരെ വളരെ നല്ലൊരു പോയിന്റ്. വളരെ വേറെ പല കണ്ടസ്റ്റൻസിനും ഇന്നില്ലാത്തൊരു ക്വാളിറ്റി അമൃതയിൽ അത് ഞാൻ കണ്ടു. തെറ്റിയാൽ ഡിപ്രസ്ഡ് ആയില്ല, മുമ്പോട്ട് പോയി. വെരി ഗുഡ്, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഇല്ല, എല്ലാവരും ചിലർ തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നന്നായിട്ട് പാടി. കുറച്ചുകൂടെ ഈസി ആവായിരുന്നു തോന്നി എനിക്ക്. കാരണം ദ വേ യു ആർ ബിഹേവിങ് ഓൺ സ്റ്റേജ് കുറച്ചുകൂടെ ഈസി ആവായിരുന്നു തോന്നി. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്ലോ സോങ്സ് ഒക്കെ പാടുമ്പോൾ നമുക്ക് അധികം ഇമോട്ട് ചെയ്യാനോ നീങ്ങാനോ ഒന്നും പറ്റില്ല. പക്ഷേ ഇത് കുറച്ചുകൂടെ ലൈവായിട്ട് പാടാനും തോന്നി. ഒരു സ്ഥലത്ത് നോക്കി പാടുന്ന പോലെ തോന്നി എനിക്ക്. അവിടെ എവിടെയോ ഒരു സ്ഥലത്ത് നോക്കി പാടുന്നു, ഒരു സ്ഥലത്ത് മാത്രം ലുക്ക് കൊടുത്ത് പാടുന്നുള്ളൂ. അതൊരു പക്ഷേ എനിക്കറിയില്ല ഇനി തെറ്റിപ്പോയോ എന്നുള്ളൊരു പേടി കൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എപ്പോഴും ഇങ്ങനെ കുറച്ച് ഫാസ്റ്റ് നമ്പേഴ്സ് പാടും. മെലഡി റൗണ്ടിൽ ആരും അധികം അങ്ങനെയൊന്നും ചെയ്യില്ല. ഇത് പക്ഷെ കുറച്ചൊരു പെപ്പി സോങ് അല്ലേ? അതെ, അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതേ പാട്ടിന്റെ കീബോർഡ് വായിച്ച ഒരാൾ അടിച്ച് എൻജോയ് ചെയ്താണ് വായിച്ചത്. അത് വാസ് വെരി ഗുഡ്. അല്ല, വേറെ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മളൊരു ഇങ്ങനൊരു പാട്ട് പാടുമ്പോൾ എല്ലാവരെയും നോക്കാം, എല്ലാവരെയും നോക്കി പാടാം, ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ നോക്കാം. യു ആർ കോൺസ്റ്റന്റ്ലി ലുക്കിംഗ് അറ്റ് വൺ പൊസിഷൻ. അപ്പോൾ അത് കുറച്ചുകൂടി ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോഴേ അതിന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. പക്ഷേ വളരെ നന്നായിട്ട് പാടി, കുറച്ച് തെറ്റുകളൊക്കെ ആണെങ്കിലും നന്നായിട്ട് പാടി. പാടുന്ന ഓരോ സംഭവങ്ങളുണ്ടല്ലോ, നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആളാണെങ്കിൽ ഓരോ ഭാഗങ്ങളും കറക്റ്റായിട്ട് നോക്കി ശ്രദ്ധിച്ചായിരിക്കും പാടുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഫസ്റ്റിലെ ആ ഒരു പോയിന്റ് പറഞ്ഞ പോലെ തന്നെ ഓരോ ലൈനിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓരോരോ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് അത് പാട്ട് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ കറക്റ്റായിട്ടല്ല പഠിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഇതുണ്ടോയെന്ന്. അപ്പോൾ അത് നെക്സ്റ്റ് ടൈം പാട്ട് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ 15 പേരെ ഒന്നിച്ചല്ലേ താമസിക്കുന്നത്. പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും 2-3 പേരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാടി കേൾപ്പിക്കുക. ഒരു പക്ഷേ എൻ്റെ അടുത്ത് അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ അടുത്തടുത്തുള്ള എല്ലാവരുടെ അടുത്തും ജസ്റ്റ് ഒന്ന് പാടി കേൾപ്പിക്കുക. അപ്പോൾ അവർ തന്നെ പല കറക്ഷൻസും പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക.